ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങുകയാണ്. അപ്പോൾ ഏകദേശം 6:30 സമയമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓഫീസിൽ പോകാനായിട്ട്. രാവിലെ പോണതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി നേരത്തെ കിടന്നുറങ്ങും. വൈഫ് ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്, അതുകൊണ്ട് ആൾ എഴുന്നേറ്റിട്ടില്ല. ശല്യപ്പെടുത്താതെ ഞാൻ ഓഫീസിലോട്ട് പോവാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. കാരണം ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. പുതിയ കമ്പനി കയറിയതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരുമായിട്ടും അല്ലെങ്കിൽ അവിടുത്തെ ഒരു വർക്ക് കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി പോവുകയാണ്. അപ്പോൾ 8:30 തന്നെ എത്തണം, അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഓരോ ചെറിയ ചെറിയ ക്ലാസ്സുകളാണ്. അപ്പോൾ അതിനുവേണ്ടി പോവുകയാണ്. ഇന്ന് പിന്നെ ഇൻഡക്ഷൻ കഴിഞ്ഞ ഒരു പ്രത്യേക ഒരു പരിപാടിയും കൂടി ഉണ്ട്. അത് വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് കാണാം. എല്ലാ ദിവസവും 8:30 മുൻപ് എത്താൻ നോക്കുന്നതിൽ മറ്റൊരു റീസണും കൂടെ ഉണ്ട്. ഇവിടെ പാർക്കിംഗ് കുറച്ച് സ്പേസസേ ഉള്ളൂ. അപ്പോൾ നേരത്തെ വന്നാലാണ് പാർക്കിംഗ് കിട്ടുള്ളൂ. അപ്പോൾ പൊതുവെ എടുക്കുന്ന ലാപ്ടോപ്പും ഇതൊന്നും എടുക്കാതെ ഒരു നോട്ട് പാഡുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ നേരെ കാണുന്ന ബിൽഡിങ്ങാണ് ലുലു ടവർ 1. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ലുലു ടവർ 2. അപ്പോൾ ഇന്ന് ടവർ 2ലാണ് നമ്മളുടെ ഇൻഡക്ഷൻ പരിപാടികൾ നടക്കുന്നത്. ഇത് സെക്കൻഡ് ഡേ ഓഫ് ഇൻഡക്ഷനാണ്. പല പല ടീമുകളിൽ നിന്നായിട്ട് ഏകദേശം 31 പേരാണ് ഇൻഡക്ഷന് ഈ തവണയുള്ളത്. അപ്പോൾ ഈ ഇൻഡക്ഷൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ ബ്രേക്കുകളിൽ ബിങ്കോയും കാര്യങ്ങളൊക്കെ കളിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പിന്നെ നമുക്ക് ഓഫീസിൽ നിന്ന് തന്നെ ഫുഡുണ്ട്. ഇൻഡക്ഷൻ്റെ ഫസ്റ്റ് ഡേ തന്നെ ഏതാണ് നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ എഴുതി കൊടുക്കായിരുന്നു, വെജാണോ നോൺ വെജാണോ എന്നുള്ളത്. ഞാനിവിടെ നിന്ന് ബിരിയാണി കഴിക്കുന്നില്ല. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഞങ്ങളുടെ ടീം ലഞ്ചാണ്. അപ്പോൾ പൊതുവേ പഴയ കമ്പനിയിലാണെങ്കിലും നമ്മൾ ടീം ലഞ്ചിനൊക്കെ പോകാറുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീം ലഞ്ച് സ്പോൺസർ ചെയ്യുന്നത് ഞങ്ങളുടെ തന്നെ കമ്പനിയാണ്. അല്ലാതെ ഞങ്ങൾ കയ്യിൽ നിന്ന് ഷെയർ ഇട്ടിട്ട് പോകുന്ന ഒരു ലഞ്ചല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ആചാരം ഒരു കൊല്ലം 4 തവണയുണ്ട്. അപ്പോൾ ഓരോ ക്വാർട്ടറിലും ഒരാൾക്ക് 1250 രൂപ വെച്ച് കമ്പനി സ്പോൺസർ ചെയ്യും. അതിൽ വിട്ട് നിങ്ങൾ ചിലവാക്കുകയാണെങ്കിൽ മാത്രം നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്താൽ മതി, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ മഞ്ഞ ഉടുപ്പിട്ട് വരുന്നതാണ് എൻ്റെ ടീം മാനേജർ. പിന്നിൽ വരുന്നത് സ്നേഹ, കാവ്യ. എത്ര കമ്പനികളിൽ ഇത്തരം രസകരമായ ആചാരങ്ങളുണ്ട് എന്നറിയില്ല. പക്ഷേ നമ്മളുടെ കമ്പനിയിൽ ഓരോ ക്വാർട്ടറിലും ഇതുപോലെ ടീം ലഞ്ചാണ്. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോയി കഴിക്കാം അല്ലെങ്കിൽ പൈസ കിട്ടുന്നല്ല. ഒരു ടീമായിട്ട് ഒത്തുചേർന്ന് ഒരു ലഞ്ചിന് പോവുക, അല്ലെങ്കിൽ നമുക്ക് ട്രിപ്പാക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അയക്കാം, ഒരു മൂവിക്ക് പോവാം. എല്ലാം കൊണ്ട് ഒരാൾക്ക് ഈ ഒരു എമൗണ്ട് വെച്ച് ആവുന്ന രീതിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ബില്ലും കൊണ്ട് കമ്പനി കൊടുത്തു കഴിഞ്ഞാൽ അവർ റീഎംബേഴ്സ് ചെയ്ത് തരും. ഒഴിച്ചോളൂ. ദൃശ്യങ്ങൾ എൻ്റെ വ്ളോഗിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാണുങ്ങളെ കാണിക്കട്ടെ. രണ്ടാണുങ്ങളെ സൂം ചെയ്ത് കാണിക്കട്ടെ. നമ്മളുടെ ഓരോരോ ഡിഷുകളായിട്ട് സെർവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ പ്രീ ഓർഡർ ചെയ്തിട്ടാണ് വന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഐറ്റംസൊക്കെ കിട്ടി തുടങ്ങി. നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ് അവസ്ഥ. നമ്മളുടെ കമ്പനിയിലാണെങ്കിൽ മെജോറിറ്റി പെണ്ണുങ്ങളാണ്, അല്ലെങ്കിൽ വുമൺ എംപവർമെൻ്റ് ആണ്. ആണുങ്ങൾ വളരെ കുറച്ചുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ടീമിൽ 15 പേരിൽ ആകെ 3 ആണുങ്ങളുള്ളൂ, ഇൻക്ലൂഡിങ് മീ. ഇപ്പം ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനു മുൻപ് 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ.
serving. Action. Rolling. എന്താ അഭിനയം, നന്നായിട്ടുണ്ട്. ഈ ഒരു ചോദ്യം കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട, സ്നേഹം കൊണ്ടല്ല ചോദിച്ചത്. ഐറ്റം ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ബീഫാണോ ചിക്കനാണോ സ്പെസിഫൈ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അവർ ബീഫാണ് എടുത്തത്. അപ്പോൾ 2 എണ്ണം ബീഫും 2 എണ്ണം ചിക്കനുമാണ്. അപ്പോൾ ചിക്കൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ്, നീ ബീഫ് കഴിക്കില്ലേ, ബീഫ് നീ കഴിച്ചു എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ചതാണ് ഗൈസ്. ഇവരുടെ എല്ലാ ഡിഷസും നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷേ നമ്മളുടെ സ്റ്റേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പൊതുവെ എല്ലാവരും സ്റ്റേക്ക് മാത്രം ബാക്കി വെച്ചു. ബാക്കിയെല്ലാ സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ നന്നായി കഴിച്ചു. ഇനി ഇപ്പോൾ സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിട്ടാണോ എന്നെനിക്കറിയില്ല. സ്റ്റേക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ പോയ സാധനം എന്തായിരുന്നു? എനിക്ക് പരിചയം അതൊരെണ്ണം പറയായിരുന്നില്ലേ? ഇത് ആൽക്കഹോളോ? ടീമിൽ എല്ലാവരും ഡിഷുകൾ വന്ന് കഴിച്ചു തുടങ്ങുമ്പോഴും കഴിക്കാതെ അതെല്ലാം ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നിൽക്കുന്ന 2 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന് കാവ്യായിരുന്നു, ഈ റൈറ്റ് സൈഡിലിരിക്കുന്ന ആൾ. പുള്ളിക്കാരി സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ 2 ഷോട്ട്സ് എടുത്തത് ആളാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്. കുഴപ്പമില്ല അല്ലേ? അത്ര പോരല്ലേ? ഇതെല്ലാം കഴിച്ച് വയറ് പറഞ്ഞല്ലേ. ഇനി വരാൻ ബാക്കിയാ ബ്രൗണി. ഷുഗർ കട്ടല്ലേ? എനിക്ക് ഞാൻ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. അങ്ങനെ എല്ലാ ഓർഡറുകൾക്കും ശേഷം കുറച്ച് ബഡ്ജറ്റേ മിച്ചം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് ഒരു ഡെസേർട്ട് ഓർഡർ ചെയ്തത്. അതുകൊണ്ടാണ് എനിക്കാണെങ്കിൽ ഇൻഡക്ഷൻ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ തിരിച്ച് ഓഫീസിൽ പോകണമായിരുന്നു. ഇൻഡക്ഷൻ കഴിഞ്ഞതിൻ്റെ ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് സഹായിക്കുന്നത് നന്ദനയാണ്. ഈ ഇൻഡക്ഷന് പോകുന്നയാളും മുൻപായിട്ട് കുറേ അവിടുത്തെ ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു ഒരു ഗുഡി ബാഗ് കിട്ടും, മൊത്തം ഗുഡീസായിട്ട് ഒരു ബാഗ് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മായാബേന്ന് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ തുറന്നു നോക്കിയപ്പോഴാണ് ഗൈസ് ആകെ ബാഗ് മാത്രമേ ഉള്ളൂ ഈ തവണ, വേറെ ഒന്നുമില്ല.